നമ്മുടെ ഈ ലോകത്ത് എണ്ണിയാൽ തീരാത്തത്ര ഗ്രാമങ്ങളുണ്ടാകും. അതിൽ ഓരോ ഗ്രാമമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഓരോ ഗ്രാമത്തിനും ഓരോരോ പ്രത്യേകതകളും ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കല്യാണം പോലും നടക്കാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. എന്നാൽ ഒരു ഗ്രാമത്തിലെ സ്ത്രീകളുടെ എണ്ണം അവിടുത്തെ പുരുഷന്മാരെക്കാൾ മൂന്നിരട്ടിയായാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? മാത്രമല്ല, നമ്മൾക്കാർക്കും ഒരു ദിവസം പോലും ആരോടും സംസാരിക്കാതിരിക്കാനാവില്ല. എന്നാൽ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ആരോടും സംസാരിക്കാതിരുന്നാൽ എങ്ങനെയുണ്ടാവും? ഇത്തരത്തിൽ വിചിത്രമായ കുറച്ച് ഗ്രാമങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലുള്ള ഒരു ഗ്രാമമാണ് ചാനി ഷിഗ്നാവൂർ. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് സ്വർണവും പണവും ഒന്നും ഇല്ലെങ്കിലും അടച്ചുറപ്പുള്ള വാതിലും ജനലും ഉണ്ടാകും. എന്നാൽ ഈ ഒരു ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണെന്നാൽ ഈ ഗ്രാമത്തിലുള്ള ഒറ്റ വീടുകൾക്കും മെയിൻ ഡോർ ഇല്ല. ഇതറിഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ചെറുതായിരുന്നു ഞെട്ടി. ഇവർ ഇങ്ങനെ വീടുകളിലൊന്നും വാതിൽ വെക്കാത്തതിന്റെ കാരണം എന്താണെന്നാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമാണെന്നാണ് ആ ഗ്രാമത്തിലുള്ളവർ പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ സ്വന്തം ബന്ധുക്കളെ പോലും വിശ്വസിക്കാനാവുന്നില്ല, അപ്പോഴാണ് നാട്ടുകാരെ. ഇനി ഇതിനേക്കാൾ അത്ഭുതം എന്താണെന്നാൽ കഴിഞ്ഞ 400 വർഷങ്ങളായി ഒരൊറ്റ മോഷണ കേസ് പോലും ആ ഗ്രാമത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്കൊക്കെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ 3-4 ദിവസം തനിച്ച് താമസിക്കാൻ തന്നെ മടിയായിരിക്കും. എന്നാൽ അമേരിക്കയിലെ ഈ ഒരു ഗ്രാമത്തിലെ ലേഡി ആ ഗ്രാമത്തിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കാൻ നമുക്ക് തന്നെ എന്തോ പോലെയാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ USA-യിലെ മൊണോവി, ഗ്രോസ് എന്നീ 2 ഗ്രാമങ്ങളിലേക്കും നിങ്ങൾക്ക് നേരിട്ട് ചെല്ലാം. ഇതിൽ ഗ്രോസ് എന്ന ഗ്രാമത്തിൽ ആകെ 2 പേര് മാത്രമാണ് അവിടെ ജീവിക്കുന്നത്. എന്നാൽ മൊണോവിയിലാണെങ്കിൽ എൽസി ഐല എന്ന ലേഡി ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. ഈ ഒരു സംഭവം അറിഞ്ഞ് ഈ ഗ്രാമത്തിൽ ഇവർ എങ്ങനെയൊക്കെയാണ് താമസിക്കുന്നതെന്ന് അറിയാനായിട്ട് ടൂറിസ്റ്റുകൾ വർഷാവർഷം ഈ 2 ഗ്രാമങ്ങളും വിസിറ്റ് ചെയ്യാറുണ്ട്. ബാലിയിലുള്ള ഒരു ദ്വീപാണ് ബംഗ്ല. ഈ ഒരു ദ്വീപിന്റെ പ്രത്യേകത എന്താണെന്നാൽ ഇവിടം സ്വർഗമാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടം ശാന്തമാണ്. പോരാത്തതിന് വളരെ കിടിലൻ അറ്റ്മോസ്ഫിയറും. ഇതിൽ ട്വിസ്റ്റ് എന്താണെന്നാൽ ഇവിടെയുള്ള ആളുകൾ പരസ്പരം സംസാരിക്കുന്നത് വായ കൊണ്ടല്ല, പകരം ആംഗ്യ ഭാഷയിലാണ്. പോരാത്തതിന് പരസ്പരം സംസാരിക്കാത്ത ഇവർ ഈ ഒരു ആംഗ്യ ഭാഷയ്ക്ക് ഒരു പേരും ഇട്ടിട്ടുണ്ട്. കടക്കൊള എന്നാണ് ഇവരുടെ ഈ ഭാഷയുടെ പേര്. ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആംഗ്യ ഭാഷയിലൂടെ മാത്രം സംസാരിക്കുന്നതെന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ചിലപ്പോ സംസാരിച്ച് വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാവും. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഉള്ളമടി കൊഴിഞ്ഞു പോവാതെ കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ ചൈനയിലെ ഹുവാങ്ലു എന്ന ഗ്രാമത്തിലെ സ്ത്രീകൾ മുടി വളർത്താൻ വേണ്ടി മാത്രമാണ് അവിടെ ജീവിക്കുന്നത്. ഇവരുടെ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇവരുടെ മുടിയെ കാണുന്നത്. അതുകൊണ്ട് ഈ ഗ്രാമത്തിലുള്ളവർ ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിലും മുടി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ്. തലമുടിയെ ഇത്ര നന്നായി പരിപാലിക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കുള്ളതിനേക്കാൾ 3-4 അടി വലിപ്പം കൂടുതലായിട്ടാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് മുടിയുള്ളത്. ഇവിടെയുള്ളവരുടെ മുടി കണ്ട് കണ്ണു തള്ളിപ്പോയ ആളുകൾ ഇത്രയും മുടി വളരുന്നതിന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുളിപ്പിച്ച അരിവെള്ളം കൊണ്ട് തല കഴുകുന്നത് കൊണ്ടാണെന്നാണ് ഇവർ പറഞ്ഞത്. കൊളംബിയയിലുള്ള ഒരു ഐലൻഡാണ് സാന്റാ ക്രൂസ് ഡെൽ ഇസ്ലോട്ട്. ആർട്ടിഫിഷ്യലായിട്ട് 150 വർഷം കൊണ്ടാണ് ഈ ഒരു ഐലാൻഡ് നിർമ്മിച്ചെടുത്തത്. വെറും 1 ഹെക്ടർ മാത്രം വിസ്തീർണമുള്ള ഈ ഐലൻഡിൽ 1200-ൽ പരം ആളുകളാണ് താമസിക്കുന്നത്. കൂടാതെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ദ്വീപ് കൂടിയാണിത്. ചൈനയിലുള്ള ഈ ഒരു ഗ്രാമമാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ്. ഡൊങ്കുവാൻ എന്നാണ് ഈ ഒരു ഗ്രാമത്തിന്റെ പേര്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഗ്രാമത്തിൽ ജെൻസിനേക്കാൾ കൂടുതലുള്ളത് ലേഡീസ് ആണ്. ഏകദേശം 3 ഇരട്ടിയാണ് ജെൻസിനെ അപേക്ഷിച്ച് ഇവിടെയുള്ള ലേഡീസിന്റെ എണ്ണം. അതുകൊണ്ട് ഈ ഒരു ഗ്രാമത്തിലെ ഒറ്റ പെണ്ണുങ്ങൾ പോലും പുരനിറഞ്ഞു നിൽക്കാതിരിക്കാൻ ഇവിടുത്തെ ആണുങ്ങൾക്ക് ഒരാൾക്ക് 3 സ്ത്രീകളെ വരെ കല്യാണം കഴിക്കാം. ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും തോന്നും നേരെ അങ്ങ് വിട്ടാലോ എന്ന്. എന്നാൽ ട്വിസ്റ്റ് എന്താണെന്നാൽ ആ ഗ്രാമത്തിലെ സ്ത്രീകൾ ആ ഗ്രാമത്തിലുള്ള പുരുഷന്മാരെ മാത്രമേ വിവാഹം കഴിക്കൂ. നമ്മുടെയൊക്കെ അച്ഛന്മാർ മക്കളെ നോക്കി ഇടയ്ക്ക് തമാശയ്ക്ക് പറയാറുണ്ട് വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു എന്ന്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലുള്ള രാജസ്ഥാനിലെ വിപ്ലണ്ടറി എന്ന ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ നിർബന്ധമായും ആ കുട്ടിയുടെ മാതാപിതാക്കൾ 11 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണം. 2006-ലാണ് ഇത്തരത്തിലുള്ള വിചിത്രമായ തീരുമാനം അവിടുത്തെ ഗ്രാമത്തലവൻ കൊണ്ടുവന്നത്. അന്നു മുതൽ ഇന്നുവരെ ആയിരക്കണക്കിന് വൃക്ഷത്തൈകളാണ് അവിടെയുള്ള നാട്ടുകാർ നട്ടുപിടിപ്പിച്ചത്. അടുത്ത ഗ്രാമമാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന ഗ്രാമം.
ഈ ഒരു ഗ്രാമത്തിന്റെ മറ്റൊരു പേരാണ് ട്വിൻസ് വില്ലേജ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോഡി ഇരട്ടകളുള്ളത് ഈ ഒരു ഗ്രാമത്തിലാണ്. ഏകദേശം 400 ജോഡിയിലധികം ഇരട്ടകളാണ് ഈ ഒരു ഗ്രാമത്തിലുള്ളത്. 2000 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഒരു ഗ്രാമത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നത് എന്ന് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി നോക്കിയെങ്കിലും കൃത്യമായ ഒരു ഉത്തരം ആർക്കും കണ്ടെത്താനായില്ല. ഇതിൽ മറ്റൊരു അത്ഭുതം എന്താണെന്നാൽ കൊടിഞ്ഞിയിൽ നിന്നും താമസം മാറിപ്പോയി മറ്റു ഗ്രാമത്തിൽ താമസിച്ചവർക്കും പിന്നീട് ജനിച്ചത് ഇരട്ടക്കുട്ടികളായിരുന്നു.